SSLC സെക്കൻഡ് ടേം ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. 2019 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി വേർഡ് റിലേഷൻ ആൻഡ് ഫില്ലപ്പ്. വേർഡ് റിലേഷൻ ആദ്യം കൊടുത്തിട്ടുള്ള പെയർ നോക്കി രണ്ടാമത്തെ പെയർ ഫില്ലപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ റെറ്റിന. റെറ്റിന ഫോട്ടോ റിസെപ്റ്റേഴ്സ്. റെറ്റിനയിൽ എന്താണ് കാണപ്പെടുന്നത്? ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ് കാണപ്പെടുന്നത്. സെക്കൻഡ് വൺ ബേസ്ലിയർ മെമ്പറിൻ. ബേസ്ലിയർ മെമ്പറിൽ എന്താണ് കാണപ്പെടുന്നത്? ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ആണ്. എന്താണ് കൂട്ടുകാരെ? ഓഡിറ്ററി റിസെപ്റ്റേഴ്സ്. സെക്കൻഡ് വൺ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. താഴെ കൊടുത്തവയിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? ഫാഗോസൈറ്റ്സ്, ഈസ്നോഫിൽ, മോണോസൈറ്റ്സ്, റെഡ് ബ്ലഡ് സെൽസ്. ഇതിൽ ഏതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസുമായി ബന്ധപ്പെടാത്തത്? റെഡ് ബ്ലഡ് സെല്ലാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ഓഫ് വൈറസ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഇവിടെ വൈറസിൻ്റെ ഒരു ചിത്രീകരണമാണ് കൊടുത്തിട്ടുള്ളത്. വാട്ട് ഡു എക്സ് ആൻഡ് വൈ ഇൻഡിക്കേറ്റ്? ഈ ചിത്രീകരണത്തിൽ എക്സും വൈയും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻ കോട്ടാണ്. വൈ എന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയലാണ്. DNA ഓർ RNA. DNAയും ആവാം RNAയും ആവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദി അണ്ടർലൈൻഡ് പാർട്ട്. ഇവിടെ അണ്ടർലൈൻ ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ആന്ത്രാക്സ് ഇസ് കോസ്ഡ് ബൈ ഫംഗസ്. ആന്ത്രാക്സ് പിടിപെടുന്നത് ഫംഗസ് മൂലമാണ്. ശരിയാണോ? ശരിയല്ല. ആന്ത്രാക്സ് ഇസ് കോസ്ഡ് ബൈ ബാക്ടീരിയ. അവിടെ അണ്ടർലൈൻ ചെയ്ത ഭാഗത്ത് ബാക്ടീരിയ എന്നാക്കണം. ബി, ദി കോസ്റ്റീവ് ഓർഗാനിസം ഓഫ് ഡിഫ്തീരിയ ഇസ് ബാക്ടീരിയ. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത്. ശരിയാണോ? അത് ശരിയാണ്, കറക്റ്റാണ്. സി, ബഡ് റൂട്ട് ഓഫ് കോക്കനട്ട് ഈസ് കോസ്ഡ് ബൈ വൈറസ്. കോക്കനറ്റിലെ ബഡ് റൂട്ട് എന്ന് പറയുന്ന ഡിസീസ് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. ശരിയാണോ? ശരിയല്ല. അവിടെ നമ്മൾ ഫംഗസ് എന്നാക്കണം. ഓക്കെ ആണല്ലോ. എയും സിയുമാണ് ഇവിടെ മാറ്റം വരുത്തേണ്ടത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സിന്തസിസ് ഓഫ് ദി പ്രോട്ടീൻ ദാറ്റ് ഇമ്പാർട്ട്സ് കളർ ടു ദ ഹ്യൂമൻ സ്കിൻ ഇസ് കൺട്രോൾഡ് ബൈ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എ ജീൻ. വിച്ച് ഈസ് ദി പ്രോട്ടീൻ മെൻഷൻഡ് അബവ്. ഇവിടെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രോട്ടീൻ ഏതാണ്? മെലാനിൻ ആണ് ആൻസറായിട്ട് വരുന്നത്. മെലാനിൻ. വാട്ട് ഈസ് ദ ടേം യൂസ് ടു ഇൻഡിക്കേറ്റ് ഡിഫറെൻറ്റ് ഫോം ഓഫ് എ ജീൻ. ഒരു ജീനിൻ്റെ ഡിഫറെൻറ്റ് ഫോം ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനായി സൂചിപ്പിക്കുന്നതിനായി നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടേം എന്താണ്? അല്ലിലെ. സിക്സ്ത് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി ഫ്ലോ ചാർട്ട് ആസ് പെർ ദി മോഡൽ ഗിവൺ. ഇവിടെ ഫിലാരിയസിസ് കോസ് ചെയ്യുന്നതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴത്തെ ഫ്ലോ ചാർട്ടും കംപ്ലീറ്റ് ആക്കണം. ഫിലേറിയൽ വോം, ക്യൂലസ് മോസ്കിറ്റോ, മാൻ, ഫിലാരിയസിസ്. ആദ്യം ഫിലേറിയൽ വോം ഉണ്ടാവും. അത് ക്യൂലസ് മോസ്കിറ്റോയിലെത്തും. ക്യൂലസ് മോസ്കിറ്റോയിൽ നിന്ന് മാനിലെത്തും, മനുഷ്യരിലെത്തും. മനുഷ്യരിൽ ഫിലാരിയാസിസ് എന്ന രോഗം ഉണ്ടാകുന്നു. ഇനി സെക്കൻഡ് വൺ, അനോഫിലസ് മോസ്കിറ്റോവുമായി ബന്ധപ്പെട്ടതാണ്. അനോഫിലസ് മോസ്കിറ്റോ പരത്തുന്ന രോഗം ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, മലേറിയ ആണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്ലോ ചാർട്ട് വരുന്നത്? പ്ലാസ്മോഡിയം, അനോഫിലസ് മോസ്കിറ്റോ, മാൻ, മലേറിയ. ഇങ്ങനെയാണ് ഇവിടെ വരുന്നത്. സെവൻത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദി സെൽ വാൾ ഹെൽപ്പ് ഇൻ ദി ഡിഫെൻസ് ഓഫ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ്. അതായത് സസ്യങ്ങളിൽ രോഗങ്ങൾ വരുന്നതിനെ എങ്ങനെയാണ് സെൽ വാൾ തടഞ്ഞു നിർത്തുന്നത്? കെമിക്കൽ സബ്സ്റ്റൻസസ് സച്ച് ആസ് ലിജിനിൻ, ക്യൂട്ടിൻ, സുബറിൻ പ്രസൻറ്റ് ഇൻ സെൽ പ്രൊവൈഡ് റിജിഡിറ്റി ടു ദി സെൽ വാൾ. സെല്ലിൽ കാണപ്പെടുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് ആയ ലിജിനിൻ, ക്യൂട്ടിൻ, സുബറിൻ ഇവയൊക്കെ നമ്മുടെ സെൽ വാളിന് റിജിഡിറ്റി അഥവാ കാഠിന്യം കൊടുക്കും. സെൽ വാൾ പ്രിവെൻറ്റ്സ് ദി ജേംസ് ഫ്രം എൻറ്ററിങ് ത്രൂ ദി സെൽ. സെല്ലിലൂടെ ജേംസ് ഉള്ളിൽ കടക്കുന്നത് സെൽ വാൾ തടയും. ആക്ട് ആക്സ് എ റെസിസ്റ്റൻറ്റ് കോട്ട്. ഒരു റെസിസ്റ്റൻറ്റ് കോട്ടായിട്ടാണ് സെൽ വാൾ ആക്ട് ചെയ്യുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ, റീഅറേഞ്ച് ദി കോളം ബി ഇൻ അക്കോർഡൻസ് വിത്ത് കോളം എ. കോളം എയുമായിട്ട് കോളം ബി മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കോളം എയിൽ ന്യൂട്രോഫിൽ ഉണ്ട്, ബേസോഫിൽ ഉണ്ട്, ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ്. ഇത് നമ്മൾ ബി കോളവുമായിട്ട് മാച്ച് ചെയ്യണം. ന്യൂട്രോഫിലിന് ബി കോളവുമായി മാച്ച് ചെയ്യുന്നത് ഏതാണ്? എൻഗൾഫ് പാത്തജൻ. ന്യൂട്രോഫിൽ എന്താ ചെയ്യുന്നത്? എൻഗൾഫ് പാത്തജൻ, പാത്തജനെ വിഴുങ്ങും. ബേസോഫിൽ എന്താണ് ചെയ്യുന്നത്? ഡയലേറ്റ്സ് ബ്ലഡ് വെസൽ. ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്യും, വികസിപ്പിക്കുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ബേസോഫിൽ ചെയ്യുന്നത്. ബി ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നു? ബി ലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. ആൻറ്റിബോഡീസ് ഉണ്ടാക്കുക, ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ബി ലിംഫോസൈറ്റ് ചെയ്യുന്നത്. ടി ലിംഫോസൈറ്റ് ഡെസ്ട്രോയ് ക്യാൻസർ സെൽസ്. ടി ലിംഫോസൈറ്റ് എന്താണ് ചെയ്യുന്നത്? ക്യാൻസർ സെൽസിനെ ഡെസ്ട്രോയ് ചെയ്യും, ഇല്ലാതാക്കും. നയൻത്ത് ക്വസ്റ്റ്യൻ, ആൻ എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ബൈ എഡ്വേർഡ് ജെന്നർ ഇസ് ഗിവൺ ബിലോ. എഡ്വേർഡ് ജെന്നർ നടത്തിയ ഒരു എക്സ്പെരിമെൻ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. റീഡ് ഇറ്റ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. അത് വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. He injected the pus taken from a cowpox patient into a body of an 8-year-old boy.
After 2 months, the pus taken from the smallpox patient was injected into the boy. What was the aim of this experiment? What was its result? അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ പരീക്ഷണത്തിൻ്റെ എയിം എന്തായിരുന്നു, ലക്ഷ്യം എന്തായിരുന്നു, കൂടാതെ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ആദ്യം നമുക്ക് എയിം നോക്കാം. ടു പ്രൂവ് ദാറ്റ് ദി പീപ്പിൾ അഫക്റ്റഡ് ബൈ കൗ പോക്സ് ക്യാൻ എസ്കേപ്പ് ഫ്രം ദി അറ്റാക്ക് ഓഫ് സ്മോൾ പോക്സ്. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? കൗ പോക്സ് വന്ന ഒരാൾക്ക് സ്മോൾ പോക്സിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാം. നമ്മൾ പറയാറില്ല ചിക്കൻ പോക്സ് ഒരു വട്ടം വന്നാൽ പിന്നെ വരത്തില്ല എന്നൊക്കെ, അതുപോലെയാണ്. ഇനി നമുക്ക് അതിൻ്റെ റിസൾട്ട് നോക്കാം. ദി ബോയ് ഹു റിക്കവേർഡ് ഫ്രം കൗപോക്സ് വാസ് നോട്ട് അഫക്റ്റഡ് ബൈ സ്മോൾ പോക്സ് വെൻ ഹി വാസ് ഇൻജെക്റ്റഡ് ജംസ് ഓഫ് സ്മോൾ പോക്സ്. ബി ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദി സൊസൈറ്റി ബൈ ദിസ് എക്സ്പെരിമെൻറ്റ്? ഈ ഒരു പരീക്ഷണത്തിലൂടെ എഡ്വാർഡ് ജെന്നർ സൊസൈറ്റിക്ക്, സമൂഹത്തിന് എന്ത് കോൺട്രിബ്യൂഷനാണ് കൊടുത്തത്? ദി ഇൻവെൻഷൻ ഓഫ് വാക്സിനേഷൻ എഗെയിൻസ്റ്റ് സ്മോൾ പോക്സ് ദാറ്റ് ഇറാഡിക്കേറ്റഡ് ദി ഡിസീസ് ഫ്രം ദി വേൾഡ്. ഫസ്റ്റ് വാക്സിൻ രൂപപ്പെടുത്തിയത് എഡ്വാർഡ് ജെന്നറാണ്. സ്മോൾ പോക്സിനെതിരെയുള്ള വാക്സിൻ ഉണ്ടാക്കിയതും ആരാണ്? എഡ്വാർഡ് ജെന്നറാണ്. ഇനി നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കാം. 10th ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ഓഫ് ഹൈബ്രിഡൈസേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഹൈബ്രിഡൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓൾ ദി പ്ലാന്റ്സ് ഇൻ F1 ആർ ടോൾ. വൈ? ഫസ്റ്റ് ജനറേഷനിൽ F1 എല്ലാ പ്ലാന്റ്സും ടോളാണ്. ശരിയാണോ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? വെൻ പ്ലാന്റ്സ് ദാറ്റ് ഡിഫർ ഇൻ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആർ ഹൈബ്രിഡൈസ്ഡ്, ഓൺലി വൺ ട്രേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് വൈൽ ദി അതർ റിമെയിൻസ് ഹിഡൻ ഇൻ ദി ഓഫ് സ്പ്രിങ്സ് ഓഫ് ദി ഫസ്റ്റ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനിൽ ഒരു ട്രേറ്റ് എക്സ്പ്രസ് ആവുകയും ഒരു ട്രേറ്റ് ഹിഡൻ ആയി വെക്കുകയും ചെയ്യും. ബി ക്വസ്റ്റ്യൻ, മെൻഷൻ ദ അലീലേഴ്സ് ഓഫ് ദി ജീൻ റെസ്പോൺസിബിൾ ഫോർ ദി ട്രേറ്റ് ഹൈറ്റ്. ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അലീലേഴ്സ് ഏതൊക്കെയാണ്? 2 ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ ടി, ടോളാണ്. രണ്ടാമത്തേത് സ്മോൾ ടി, ഡ്വാഫ്, ചെറുത്. 11th ക്വസ്റ്റ്യൻ, അനലൈസ് ദി ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ നോക്കി താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഇവിടെ നോർമൽ RBC, നോർമൽ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഡിഫോമഡ് RBC, ഡിഫോമഡ് ആയിട്ടുള്ള ഒരു RBC റെഡ് ബ്ലഡ് സെല്ലിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. വിച്ച് ഡിസീസ് ഇസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദി ഇല്ലുസ്ട്രേഷൻ. ഈ ഒരു ചിത്രീകരണത്തിൽ കാണിച്ചിരിക്കുന്ന രോഗം ഏതാണ്? സിക്കിൾ സെൽ അനീമിയ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി ചേഞ്ച് ഇൻ ദി ഷേപ്പ് ഓഫ് റെഡ് ബ്ലഡ് സെൽ. എന്താണ് ഇങ്ങനെ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ ഷേപ്പിന്, സിക്കിൾ ഷേപ്പിലാവാനുള്ള കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ജനറ്റിക് ഡിസീസാണത്. ഡിഫോമിറ്റീസ് ഇൻ ദ സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡ്സ് വിച്ച് ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഹീമോഗ്ലോബിൻ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ജീൻസ് റിസൾട്ട് ഇൻ ചേഞ്ചസ് ഇൻ ദി സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിൻ. ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദി ചേഞ്ച് ഇൻ ദി ഷേപ്പ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. ബി ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദിസ് എഫക്റ്റ് അവർ ബോഡി. ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്? എങ്ങനെയാണ്? ദി ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഡിക്രീസസ്. ഓക്സിജൻ ക്യാരി ചെയ്യുന്ന റെഡ് ബ്ലഡ് സെല്ലിൻ്റെ കപ്പാസിറ്റി കുറയും. ദ സിക്കിൾ ഷേപ്പഡ് RBCs ഗെറ്റ് കളക്റ്റഡ് ഇൻ ദി ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലോക്ക് ദി ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ദം. 12th ക്വസ്റ്റ്യൻ, അനലൈസ് ദി ഗിവൺ ഹിൻറ്റ് ആൻഡ് ആൻസർ ദി ഫോളോയിങ്സ്. ദി പ്രൊഡക്ഷൻ ഓഫ് ദിസ് ഹോർമോൺ ഇസ് ഹൈ അറ്റ് നൈറ്റ് ആൻഡ് ലോ ഡ്യൂറിങ് ദി ഡേ. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം രാത്രിയിൽ കൂടുതലും രാവിലെ കുറവുമായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ഹോർമോൺ. ഹോർമോൺ ഏതാണ്? നെയിം ദി ഗ്ലാൻഡ് ദാറ്റ് സെക്രിയേറ്റ് ദിസ് ഹോർമോൺ. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ഏതാണ്? റൈറ്റ് വൺ ഫംഗ്ഷൻ ഓഫ് ദിസ് ഹോർമോൺ. ഈ ഹോർമോണിൻ്റെ ഒരു ഫംഗ്ഷൻ എഴുതുക. ഹോർമോണിൻ്റെ പേരെന്താണ്? മെലാറ്റോണിൻ. മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷനാണ് രാത്രിയിൽ കൂടുതലും രാവിലെ കുറവും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ്, സെക്രിയേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡാണ് പീനിയൽ ഗ്ലാൻഡ്. അതിൻ്റെ ഒരു ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ റിത്തം ഓഫ് അവർ ഡെയിലി ആക്ടിവിറ്റീസ്, കൺട്രോൾ റിപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ഹാവ് ഡെഫിനിറ്റ് റിപ്രൊഡക്റ്റീവ് പീരീഡ്സ്. 13th ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ആൻസർ ദി ഫോളോയിങ്. ഇവിടെ നമുക്ക് ഇന്നർ ഇയറിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് A ആൻഡ് B. ഇവിടെ A എന്നും B എന്നും അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഹൗ ഡു ദി മൂവ്മെൻറ്റ്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ ദിസ് പാർട്ട് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ബോഡി ബാലൻസ്. എങ്ങനെയാണ് ഈ ഒരു ഭാഗങ്ങളിൽ, ഈ ഒരു പാർട്സിലെ ഫ്ലൂയിഡ്സിൻ്റെ മൂവ്മെൻറ്റ് ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്നത്? A എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് സെമി സർക്കുലർ കനാലാണ്. B വെസ്റ്റിബ്യൂൾ. ഇവ എങ്ങനെയാണ് ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്നത്? ദി മൂവ്മെൻറ്റ് ഓഫ് ദി എൻഡോലിംഫ് പ്രസൻറ്റ് ഇൻസൈഡ് ദി വെസ്റ്റിബ്യൂൾ ആൻഡ് സെമി സർക്കുലർ കനാൽസ് കോസസ് മൂവ്മെൻറ്റ് ഓഫ് ദി സെൻസറി ഹെയർ സെൽസ് ആൻഡ് ജനറേറ്റ് ഇമ്പൾസസ്. These impulses are transmitted by the vestibular nerve to the cerebellum and the equilibrium of the body is maintained. Equilibrium മെയിൻറ്റെയിൻ ചെയ്യുന്നതും സെൻസ് ഓഫ് ഹിയറിങ്ങിൻ്റെയും സെൻസ് ഓഫ് വിഷനിൻ്റെയും എല്ലാം ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക.
14th question. Analyze the flowchart and answer the question. ഫ്ലോ ചാർട്ട് നോക്കി ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ഫ്ലോ ചാർട്ട് നോക്കാം. ടിഷ്യൂസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ഇൻ ദി വോൺ സൈറ്റ് ആർ ഡീജനറേറ്റഡ്. പിന്നെ അവിടെ ഒരു എൻസൈമ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ആ എൻസൈമാണ് ഇവിടെ എക്സ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ കണ്ടെത്തണം. പ്രോത്രോംബിൻ ഇൻ പ്ലാസ്മ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ത്രോംബിൻ. ഫൈബ്രിൻ ഫൈബേഴ്സ് ആർ ഫോമഡ് ഫ്രം ഫൈബ്രിനോജിൻ പ്രസൻറ്റ് ഇൻ പ്ലാസ്മ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വിച്ച് എൻസൈം ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. ഇവിടെ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള എൻസൈം ഏതാണ്? ഏത് എൻസൈമാണ്? ത്രോംബോപ്ലാസ്റ്റിനാണ്. വിച്ച് വിറ്റാമിൻ ഈസ് നീഡഡ് ഫോർ ദി കൺവേർഷൻ ഓഫ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ. പ്രോത്രോംബിന് ത്രോംബിൻ ആവാൻ ഏത് വിറ്റാമിൻ ആണ് ആവശ്യം? വിറ്റാമിൻ കെ. ഹൗ ഈസ് ബ്ലഡ് ക്ലോട്ട് ഫോമഡ് ബൈ ദിസ് പ്രോസസ്സ്. എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിലൂടെ ബ്ലഡ് ക്ലോട്ട് സംഭവിക്കുന്നത്? The red blood cells and platelets get entangled in the network of fibrin fibers to form the blood clot. റെഡ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും ഫൈബ്രിൻ ഫൈബേഴ്സുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് ബ്ലഡ് ക്ലോട്ട് സംഭവിക്കുന്നത്. ഇനി നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കാം. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം എ സയൻസ് ആർട്ടിക്കിൾ ആർ ഗിവൺ ബിലോ. ഒരു സയൻസ് ആർട്ടിക്കിളിലെ 2 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അനലൈസ് ദം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. അവയെ നന്നായിട്ട് നിരീക്ഷിച്ച് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ആ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്? ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോബഡി ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം ഓൾ ബ്ലഡ് ഗ്രൂപ്പ്സ്. ആർക്കും എല്ലാ ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. റൈറ്റ് റീസൺസ് ഫോർ ഈച്ച്. രണ്ടിനും കാരണങ്ങൾ വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 2 പ്രസ്താവനകളുടെയും കാരണം എന്താണെന്ന് നമ്മൾ വ്യക്തമാക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസൺ എന്ന് പറയുന്നത് RH factor or antigen D is present in the cell membrane of RBC. Those who have antigen D are called RH positive and those do not have antigen D are called RH negative. അപ്പോൾ RH ഫാക്ടർ ഉള്ള ബ്ലഡിനെ നമ്മൾ പോസിറ്റീവ് എന്നും RH ഫാക്ടർ ഇല്ലാത്ത ബ്ലഡിനെ നമ്മൾ നെഗറ്റീവ് എന്നും പറയുന്നു. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസൺ ആണ് വെൻ അൺമാച്ച്ഡ് ബ്ലഡ് ഈസ് റിസീവ്ഡ് ദി ആൻറ്റിജൻ പ്രസൻറ്റ് ഇൻ ദി ഡോണേഴ്സ് ബ്ലഡ് ആൻഡ് ദി ആൻറ്റിബോഡി പ്രസൻറ്റ് ഇൻ ദി റെസിപ്പിയൻ ബ്ലഡ് റിയാക്ട്സ് ഈച്ച് അതർ ആൻഡ് ഫോം എ ബ്ലഡ് കോഡ്. നമ്മൾ അൺമാച്ച്ഡ് ആയിട്ടുള്ള രക്തം സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണറിൻ്റെ ബ്ലഡിലുള്ള ആൻറ്റിജനും പിന്നെ അത് റിസീവ് ചെയ്യുന്ന ആളുടെ ബ്ലഡിലുള്ള ആൻറ്റിബോഡിയും തമ്മിൽ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി തിങ്സ് ടു ബി ടേക്കൻ കെയർ ഓഫ് ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന ടൈമിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദി ഡോണർ ആൻഡ് റെസിപ്പിയൻ ഷുഡ് മാച്ച്. ഡോണറിൻ്റെയും അത് സ്വീകരിക്കുന്ന ആളുടെ റെസിപ്പിയൻറ്റിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് തമ്മിൽ മാച്ച് ചെയ്യണം. പേഴ്സൺസ് വിത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഷുഡ് നോട്ട് ഡൊണേറ്റ് ബ്ലഡ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉള്ള ഒരു പേഴ്സണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യരുത്. പ്രഗ്നൻറ്റ് വുമൺ ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ് വുമൺ ഷുഡ് നോട്ട് ഡൊണേറ്റ് ബ്ലഡ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വുമണും ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള വുമണും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യരുത്. ബ്ലഡ് ഡൊണേഷൻ ക്യാൻ ബി ഡൺ വൺസ് ഇൻ 3 months. 3 മാസത്തിൽ ഒരിക്കലാണ് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയുക. 16th ക്വസ്റ്റ്യൻ. റൈറ്റ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ്. താഴെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡു നോട്ട് യൂസ് ആൻറ്റിബയോട്ടിക്സ് വിതൗട്ട് ദി റെക്കമെൻഡേഷൻ ഓഫ് എ ഡോക്ടർ. ഒരു ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ശുപാർശയില്ലാതെ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇതിൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ഇത് വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് വിതൗട്ട് എ റെക്കമെൻഡേഷൻ ഓഫ് എ ഡോക്ടർ കോസ് സൈഡ് എഫക്ട്സ്. ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ ശുപാർശയില്ലാതെ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. റെഗുലർ യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തോജൻ എഗെയിൻസ്റ്റ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സ് നമ്മൾ റെഗുലർ ബേസിൽ യൂസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി പാത്തോജനിൽ രൂപപ്പെടും, ഡെവലപ്പ് ചെയ്യും. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രതിരോധശേഷി. രണ്ടാമത്തത് ഡെസ്ട്രോയ് യൂസ്ഫുൾ ബാക്ടീരിയ ഇൻ ദി ബോഡി. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളെ ബോഡിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയകളുണ്ട്. നമ്മൾ ആൻറ്റിബയോട്ടിക്സ് റെഗുലറായി യൂസ് ചെയ്യുകയാണെങ്കിൽ ആ യൂസ്ഫുൾ ബാക്ടീരിയ എന്ത് ചെയ്യപ്പെടും? നശിപ്പിക്കപ്പെടും. റെഡ്യൂസ് ദി ക്വാണ്ടിറ്റി ഓഫ് സം വിറ്റാമിൻസ് ഇൻ ദി ബോഡി. നമ്മുടെ ബോഡിയിലുള്ള കുറച്ച് വിറ്റാമിൻസിൻ്റെ അളവ് കുറയും. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, സ്കിൻ ഈസ് സേഫ്റ്റി ഷീൽഡ്. സ്കിൻ എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി ഷീൽഡാണ്. ഇവിടെ നമ്മൾ സ്കിന്നിൻ്റെ ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ചാണ് പറയേണ്ടത്. കെരാറ്റിൻ പ്രസൻറ്റ് ഇൻ ദി എപ്പിഡെർമിസ് ഓഫ് ദി സ്കിൻ പ്രിവെൻറ്റ് ദി എൻട്രി ഓഫ് ജെംസ്. എപ്പിഡെർമിസിലുള്ള കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ എന്ത് ചെയ്യും? സ്കിന്നിലേക്ക് വരുന്ന ജേംസിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തും, തടഞ്ഞ് നിർത്തും. സ്വെറ്റ് ഗ്ലാൻഡ്സ് ഇൻ ദി സ്കിൻ പ്രൊഡ്യൂസ് സ്വെറ്റ്. സ്വെറ്റ് ഗ്ലാൻഡ്സ് എന്ത് ചെയ്യും? സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യും.
ഡിസിൻഡിഫെക്ട്സ് ഇൻ ദി സ്വെറ്റ് ഡെസ്ട്രോയ് ജെംസ്. സ്വെറ്റ് എന്ത് ചെയ്യും? ജെംസിനെ ഡെസ്ട്രോയ് ചെയ്യും. സെബം പ്രൊഡ്യൂസ് ബൈ ദി സെബാഷ്യസ് ഗ്ലാൻഡ് ഓഫ് ദി സ്കിൻ മേക്സ് ദി സ്കിൻ ഓയിലി ആൻഡ് വാട്ടർ പ്രൂഫ്. സെബാഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബം നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കി വെക്കുകയും കൂടാതെ വാട്ടർ പ്രൂഫ് ആക്കുകയും ചെയ്യും. 17th question. Analyze the given hints related to particular disease and answer the questions. ഇവിടെ നമുക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചനകളാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻലി എഫക്ട്സ് ദി ലങ്സിനെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ക്യാൻ ബി പ്രിവെൻറ്റഡ് ത്രൂ വാക്സിനേഷൻ. നമുക്ക് വാക്സിനേഷനിലൂടെ ഇത് തടയാം. ദി പാത്തജൻ സ്പ്രെഡ് ത്രൂ എയറിലൂടെയാണ് പാത്തജൻ സ്പ്രെഡ് ചെയ്യുന്നത്. വിച്ച് ഈസ് ദ ഡിസീസ് മെൻഷൻ. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഡിസീസ് ഏതാണ്? ട്യൂബർകുലോസിസ്. നെയിം ദി ബാക്ടീരിയ ദാറ്റ് കോസ് ദിസ് ഡിസീസ്. ഈ ഡിസീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണ്? മൈക്കോബാക്ടീരിയ ട്യൂബർകുലോസിസ്. വിച്ച് ഈസ് ദ വാക്സിൻ ദാറ്റ് പ്രിവെൻറ്റ് ദിസ് ഡിസീസ്. ഈ ഡിസീസ് തടഞ്ഞു നിർത്തുന്ന വാക്സിൻ ഏതാണ്? BCG വാക്സിൻ. വാട്ട് ആർ ദി മേജർ സിംറ്റംസ് ഓഫ് ദിസ് ഡിസീസ്. ഈ ഡിസീസിൻ്റെ മേജർ സിംറ്റംസ് എന്തൊക്കെയാണ്? ലോസ് ഓഫ് വെയ്റ്റ്, പെരിസ്റ്റൻ കഫ്, ഫാറ്റിക്. 18th question. Suggest any 6 important points to be included in an awareness program for the people who are against admitting an HIV infected student in the school. എയ്ഡ്സിനെ കുറിച്ച് നമ്മളൊരു അവയർനെസ് ക്ലാസ് കൊടുക്കുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 പോയിൻറ്റ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ നമുക്ക് എഴുതാം? എയ്ഡ്സ് കനോട്ട് ബി സ്പ്രെഡ്. എയ്ഡ്സ് പകരില്ല ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്സ്, കഫിംഗ്, സ്നീസിങ്. നമ്മൾ തുമ്മുന്നതിലൂടെയോ ചുമയ്ക്കുന്നതിലൂടെയോ കൈ കൊടുക്കുന്നതിലൂടെയോ അഥവാ സ്പർശനത്തിലൂടെയോ ഒന്നും എയ്ഡ്സ് പകരുകയില്ല. ത്രൂ ഇൻസെക്റ്റ് ലൈക്ക് മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ്, കൊതുക്, ഈച്ച അതുപോലുള്ള പ്രാണികളിൽ നിന്നും എയ്ഡ്സ് പകരുകയില്ല. ബൈ സ്റ്റേയിങ് ടുഗെദർ ആൻഡ് ഷെയറിങ് ഫുഡ്. ഒരുമിച്ച് താമസിക്കുന്നതിലൂടെയോ ഫുഡ് ഷെയർ ചെയ്യുന്നതിലൂടെയോ, ബൈ യൂസിങ് ദി സെയിം ടോയ്ലറ്റ്, ഒരേ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിലൂടെയോ, ബൈ ടേക്കിംഗ് ബാത്ത് ഇൻ ദി സെയിം പോട്ട്, ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെയോ ഒന്നും എയ്ഡ്സ് പകരുകയില്ല. ഈ 6 പോയിൻറ്റ്സ് നമുക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കാം. 19th question. Observe the illustration related to sex determination in man and answer the questions. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫില്ലപ്പ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്യൂറ്റബിളി. ഇവിടെ നമുക്ക് ഫസ്റ്റും സെക്കൻഡും മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാർക്ക് ചെയ്യുക. വിച്ച് ടൈപ്പ് ഓഫ് ക്രോമോസോംസ് ഡസ് ദി നമ്പർ 44 ഇൻഡിക്കേറ്റ്. 44 എന്ന് പറയുന്ന നമ്പർ ഏത് ടൈപ്പ് ക്രോമോസോമിനെയാണ് സൂചിപ്പിക്കുന്നത്? അതാണ് ബി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ജനറ്റിക് മെക്കാനിസം ദാറ്റ് ഡിറ്റർമിനസ് വെദർ എ ചൈൽഡ് ഇസ് മെയിൽ ഓർ ഫീമെയിൽ. ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്ന ജനറ്റിക് മെക്കാനിസം എന്താണ്? ഇവിടെ ഫസ്റ്റ് 44 + X6 ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് 44 + XY ആണ്. ബി ഏത് ടൈപ്പ് ക്രോമോസോമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? സൊമാറ്റിക് ക്രോമോസോമാണ്. ഇനി സി ക്വസ്റ്റ്യൻ. XY ക്രോമോസോംസ് ഓഫ് ദി ഫാദർ ഡിറ്റർമിൻസ് വെദർ എ ചൈൽഡ് ഇസ് മെയിൽ ഓർ ഫീമെയിൽ. XY ക്രോമോസോമാണ്, ഒരു അച്ഛൻ്റെ XY ക്രോമോസോമാണ് ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. ദി ചൈൽഡ് വിത്ത് XX ക്രോമോസോം വിൽ ബി ഗേൾ. XX ക്രോമോസോം ഉള്ളത് ഒരു ഗേളും ആൻഡ് ദി ചൈൽഡ് വിത്ത് XY ക്രോമോസോം വിൽ ബി ബോയ്. XY ക്രോമോസോം ഉള്ളത് ഒരു ബോയും ആയിരിക്കും. 20th question. Explain how the following processes cause variation in organisms. എങ്ങനെയാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രക്രിയകൾ ഒരു ഓർഗാനിസത്തിൽ വാരിയേഷൻ ഉണ്ടാക്കുന്നത് എന്ന് എഴുതുക. ക്രോസിംഗ് ഓവർ ഇൻ ക്രോമോസോംസ് ആണ്. സെക്കൻഡ് വൺ ഫെർട്ടിലൈസേഷൻ, തേർഡ് വൺ മ്യൂറ്റേഷൻ. ആദ്യം നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഡ്യൂറിങ് ക്രോസിംഗ് ഓവർ എ പാർട്ട് ഓഫ് എ DNA crosses over to become a part of another DNA. This causes difference in the distribution of genes. When these chromosomes are transferred to next generation, it causes variation in organisms. B. When gametes undergo fusion, the combination of allele changes, causing the expression of characteristics in offspring that are different from parents. Third one, mutation. Mutation bring about changes in genes that are transmitted over generations, leading to variation in characters. Adenine, thymine, guanine, cytosine. 21. Analyze the illustration and answer the question. ഇവിടെ നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നോക്കാം. അതിനുശേഷം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദി നൈട്രജൻ ബേസ് പെയേഴ്സ് സീൻ ഇൻ DNA. DNA കാണുന്ന നൈട്രജൻ ബേസ് പെയേഴ്സ് ഏതൊക്കെയാണ്? ബി ക്വസ്റ്റ്യൻ. ഇല്ലുസ്ട്രേറ്റ് എ ന്യൂക്ലിയോടൈഡ് പ്രസൻറ്റ് ഓൺലി ഇൻ RNA. RNAയിൽ മാത്രം കാണുന്ന ന്യൂക്ലിയോടൈഡ് ഏതാണ്? ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ചിത്രീകരിക്കാൻ. റൈറ്റ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. RNAയും DNAയും തമ്മിലുള്ള 2 ഡിഫറൻസ് എഴുതുക. DNAയിൽ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് എത്രയുണ്ട്? 2 എണ്ണമുണ്ട്. ടൈപ്പ് ഓഫ് ഷുഗർ ഏതാണ്? DOC റൈബോസ് ആണ്. നൈട്രജൻ ബേസസ് ATGC. ഇനി RNAയിൽ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് എത്രയുണ്ട്? 1.
ടൈപ്പ് ഓഫ് ഷുഗർ ഏതാണ്? റൈബോസ് ആണ്. നൈട്രോജൻ ബേസസ് AUGC. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കാം. അനലൈസ് ദി ഗ്രാഫ് ഷോയിങ് ദി ഡാറ്റ ഓഫ് പേഷ്യൻസ് ലിവിങ് ആൻ അൺഹെൽത്തി ലൊക്കാലിറ്റി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇവിടെ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. എന്ത് ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള ഗ്രാഫാണിത്? അൺഹെൽത്തി ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന പേഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഹാസ് അഫക്റ്റഡ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ? കൂടുതൽ ആളുകളിൽ ഉള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ആണ്. സെക്കൻഡ്, വിച്ച് ആർ ദി ഡിസീസസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് പോഷകങ്ങളുടെ ഡെഫിഷ്യൻസി മൂലം, അപര്യാപ്തത മൂലമുണ്ടായ അസുഖങ്ങൾ ഏതൊക്കെയാണ്? അനീമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ്. വിച്ച് ഈസ് ദി ബാക്ടീരിയൽ ഡിസീസ് ഏതാണ്? ലെപ്റ്റോസ്പൈറോസിസ്. വിച്ച് ആർ ദി ഡിസീസസ് ദാറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഒബ്സർവിങ് ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രോഗങ്ങൾ ഏതാണ്? ഡെങ്കു ഫീവർ. അടുത്ത ചോദ്യം, സജസ്റ്റ് 2 ചേഞ്ചസ് ദാറ്റ് ഹാസ് ടു ബി മെയ്ഡ് ഇൻ അവർ ലൈഫ് സ്റ്റൈൽ ടു അവോയ്ഡ് ദി ഡിസീസസ് ഹാർട്ട് അറ്റാക്ക് ആൻഡ് ബ്രോൺചൈറ്റിസ്. ഹാർട്ട് അറ്റാക്കും ബ്രോൺചൈറ്റിസും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് എന്തെങ്കിലും 2 ചേഞ്ചസ്, നമ്മൾ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തേണ്ട 2 ചേഞ്ചസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത്, റിഡ്യൂസ് ഫാറ്റി ഫുഡൊക്കെ കുറയ്ക്കുക. ഡു റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. അവോയ്ഡ് സ്മോക്കിംഗ് പുകവലി ഒഴിവാക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. റീഡ്രോ ദി ഡയഗ്രാം ഓഫ് ബ്രെയിനിൻ്റെ ഈ ഡയഗ്രാം റീഡ്രോ ചെയ്യുക. ഐഡൻറ്റിഫൈ ദി പാർട്സ് ദാറ്റ് പെർഫോം ദി ഫോളോയിങ് ഫങ്ഷൻസ്, നെയിം ആൻഡ് ലേബൽ ദം. ഇവിടെ നമുക്ക് താഴെ കുറച്ച് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഫങ്ഷൻ ചെയ്യുന്ന ഭാഗം ഏതാണ് അതിവിടെ അടയാളപ്പെടുത്തുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ ഫങ്ഷൻ എന്താണ്? കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്രെയിനിലെ ഭാഗം ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സെറിബെല്ലം. കൺട്രോൾസ് ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്രീത്തിങ് അതുപോലുള്ള ഇൻവോളണ്ടറി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതാരാണ്? മെഡ്യുല്ല ഒബ്ലാങ്കട്ട. പ്ലേസ് എ മേജർ റോൾ ഇൻ ദി മെയിൻ്റെനൻസ് ഓഫ് ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ മേജർ റോൾ വഹിക്കുന്നതാരാണ്? ഹൈപ്പോതലാമസ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത്. നമ്മൾ എല്ലാ ചോദ്യങ്ങളും അതിന് ആൻസേഴ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്